വിശുദ്ധ കുർബാനയോടുള്ള തീക്ഷ്ണമായ ഭക്തിയുടെയും കമ്മ്യൂണിസ്റ്റ് അടിച്ചമർത്തലുകൾക്ക് മുന്നിൽ തളരാത്ത വിശ്വാസത്തിൻ്റെയും ഉജ്ജ്വലമായ പ്രതീകമാണ് ഹംഗേറിയൻ വൈദികനായ വാഴ്ത്തപ്പെട്ട ജാനോസ് ബെർണറുടെ ജീവിതം. ക്രൈസ്തവ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുന്നത് മരണത്തിന് കാരണമായിരുന്ന ഒരു കാലഘട്ടത്തിൽ സഭയുടെ രഹസ്യ പോരാളിയായി ജീവിച്ച അദ്ദേഹം യൂറോപ്പിന്റെ വിശുദ്ധ തർസീസിയൂസ് എന്നാണ് അറിയപ്പെടുന്നത്. മാരകമായ മുറിവുകളേറ്റ് ശ്വാസം നിലയ്ക്കുന്ന നിമിഷം വരെ ക്രിസ്തുവിന്റെ തിരുശരീരത്തെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാതെ കാത്തുസൂക്ഷിച്ച ധീര രക്തസാക്ഷിയാണ് അദ്ദേഹം. 20-ാം നൂറ്റാണ്ടിൽ ഹംഗറി സാക്ഷ്യം വഹിച്ച ഏറ്റവും ക്രൂരമായ വിശ്വാസ പീഡനങ്ങളുടെ ഇരയായിരുന്നു അദ്ദേഹം. 1957 ഡിസംബർ 14 രാത്രിയിൽ നടന്ന അദ്ദേഹത്തിന്റെ കൊലപാതകം സഭയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെങ്കിലും അത് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് വലിയൊരു ആത്മീയ കരുത്തായി മാറി. 1956 ഹംഗേറിയൻ വിപ്ലവത്തിനു ശേഷം കമ്മ്യൂണിസ്റ്റ് സർക്കാർ സഭയ്ക്കെതിരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വൈദികരെ ജയിലിലടയ്ക്കുകയും മതപരമായ ചടങ്ങുകൾ തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്ന ആ കാലത്താണ് ജാനോസ് ബെർണർ രഹസ്യമായി തന്റെ പൗരോഹിത്യം സ്വീകരിച്ചത്. യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാധീനം ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചിരുന്നു. പലതവണ ഭീഷണികൾ ഉണ്ടായപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായി ഭവിക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. സംഭവ ദിവസം അർദ്ധരാത്രിയിൽ റാബാഹെറ്റഹലി എന്ന ഗ്രാമത്തിലെ പള്ളിമുറിയിൽ വിശ്രമിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു യുവാവ് ഓടിവന്ന് തന്റെ അമ്മാവൻ മരണാസന്നനാണെന്നും അന്ത്യകൂദാശ നൽകണമെന്നും ആവശ്യപ്പെട്ടു. യാതൊരു സംശയവും കൂടാതെ ഫാദർ ബെർണർ തന്റെ കഴുത്തിൽ വിശുദ്ധ കുർബാന അടങ്ങിയ ലോക്കറ്റ് ധരിക്കുകയും വിശുദ്ധ തൈലവുമായി സൈക്കിളിൽ പുറപ്പെടുകയും ചെയ്തു. ഗ്രാമത്തിലേക്കുള്ള വിജനമായ പാതയിൽ വെച്ച് അക്രമികൾ അദ്ദേഹത്തെ വളഞ്ഞു. ഇരുട്ടിൽ മറിഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് ഏജന്റുമാരായിരുന്നു അവർ. ഏകദേശം 32 തവണയാണ് അവർ ആ യുവവൈദികനെ കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. മാരകമായ മുറിവുകളേറ്റ അദ്ദേഹം നിലത്ത് വീണപ്പോൾ അക്രമികൾ അദ്ദേഹത്തിന്റെ കഴുത്തിലെ കുർബാന ലോക്കറ്റ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ബോധം മറയുന്ന നിമിഷത്തിലും അദ്ദേഹം അത് നെഞ്ചോട് ചേർത്ത് മുറുകെ പിടിച്ചു. പിറ്റേന്ന് രാവിലെ ഗ്രാമവാസികൾ കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം മരവിച്ചിരുന്നു. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, അക്രമികൾക്ക് ആ ലോക്കറ്റ് അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. തന്റെ ജീവനേക്കാൾ വിലമതിക്കുന്ന നീതിയായി അദ്ദേഹം വിശുദ്ധ കുർബാനയെ സംരക്ഷിച്ചു. വൈദികൻ ധരിച്ചിരുന്ന രക്തം പുരണ്ട വസ്ത്രം ഇന്നും അദ്ദേഹത്തിന്റെ വീരസ്മരണകൾ ഉണർത്തുന്ന പ്രധാന തിരുശേഷിപ്പാണ്. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2018 മെയ് 1 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത്. അദ്ദേഹം കൊല്ലപ്പെട്ട സ്ഥലത്ത് ഇന്ന് ഒരു ചാപ്പൽ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അവിടെ എത്തുന്ന ഓരോ തീർത്ഥാടകർക്കും വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്തിനു വേണ്ടി ഒരു മനുഷ്യന് എത്രത്തോളം ത്യാഗം സഹിക്കാൻ കഴിയുന്നതിന്റെ ജീവിക്കുന്ന സാക്ഷ്യമായി വാഴ്ത്തപ്പെട്ട ജാനോസ് ബെർണറെ കാണുന്നു.